ഇന്ന് ആദ്യ വെള്ളിയാണ്. ശാലോമിൽ ജാഗരണ പ്രാർത്ഥന നടക്കുന്ന ദിവസം. നമുക്കറിയാം, ലോകം മുഴുവൻ വളരെയേറെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ് ഇന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് ശാലോമിൽ ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്ന് അനേകം വർഷങ്ങൾക്ക് ഇപ്പുറം ആയിരക്കണക്കിന് മനുഷ്യർക്ക് അനുഗ്രഹമായി ദൈവം ഈ ശുശ്രൂഷയെ മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ ശുശ്രൂഷ ദൈവം സ്വർഗം ഒരുക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാനായിട്ട് ഒരുങ്ങാം. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ശാലോമിൻ്റെ പേരിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം പറ്റി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ സ്നേഹത്തോടെ വലിയ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാനായിട്ട് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നമുക്കൊരുങ്ങാം. കാരണം ഇത് നിസ്സാരമായൊരു ദിവസമല്ല, നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന സമയമല്ല. സ്വർഗത്തിലുള്ള ദൈവം താണിറങ്ങി വരുന്ന ദിവസമാണ്. സങ്കീർത്തനം 115:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സങ്കീർത്തനങ്ങളിലൂടെ നമ്മളോട് പറയുകയാണ്, കർത്താവിന് നമ്മെക്കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, ഈ ശുശ്രൂഷ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, ടിവിയിലൂടെ, ഇന്റർനെറ്റിലൂടെ ഒക്കെ കാണുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ദൈവത്തിന് വിചാരമുണ്ട് എന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുകയും, ഒപ്പം തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഞാൻ ഇപ്രകാരം അതിന് കൂട്ടിച്ചേർക്കുകയാണ്, അവിടുന്ന് ഈ രാത്രിയിൽ നമ്മെക്കുറിച്ച് വിചാരമുള്ള നമ്മുടെ ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഉടലെടുക്കുന്ന ദൈവ പ്രവൃത്തി അത് ഇന്ന് രാത്രിയിൽ സംഭവിക്കണം. ഈ രാത്രിയിൽ ഈ വചന കൂടാരത്തിൽ ഈ ശുശ്രൂഷ വിവിധ സ്ഥലങ്ങളിൽ കാണുന്ന സകല വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവം ഇന്ന് അത്ഭുതകരമായി ഇടപെടണം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ബെത്സയിദയിലെ കുളക്കരയിൽ കിടക്കുന്ന ഒരു രോഗിയെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, 38 വർഷമായി ഈ കുളക്കരയിൽ ഈ മനുഷ്യൻ കിടക്കുകയും 38 വർഷമായി. ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: മാലാഹ വെള്ളമിളക്കുമ്പോൾ ആ ഇളകുന്ന വെള്ളത്തിൽ അവനെ ഇറക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ്: ഈ മനുഷ്യൻ ജനിച്ച് കടന്നു വരാനായിട്ട് അവനൊരു അപ്പനും അമ്മയും ഉണ്ടായിരുന്നിരിക്കണം, അവന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം, സ്നേഹിതന്മാരുണ്ടായിരുന്നിരിക്കണം. പക്ഷെ അവരാരും ഈ 38 വർഷമായി അവനെ തിരിഞ്ഞു നോക്കിയില്ല. അവനെ സഹായിക്കാൻ, അവനൊരു സൗഖ്യം നൽകാൻ ആരും മുമ്പോട്ട് വന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, യേശു അവന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. യേശു ഈ 38 വർഷമായി തളർന്നു കിടന്ന ഈ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല, അതുകൊണ്ട് എനിക്ക് സൗഖ്യം ഇതുവരെ ലഭിച്ചില്ല. ഉടനെ ഈശോ അവനോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നീ എഴുന്നേറ്റ് പോകുക. ഹല്ലേലൂയ. ആ സമയം തന്നെ തൽക്ഷണം കർത്താവ് ഈ മനുഷ്യന് പൂർണ്ണമായ വിടുതൽ കൊടുക്കുകയും. ഇവിടെ ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്: ഈ രാത്രി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്ന് നമ്മെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെത്സയിദയിലെ കുളക്കരയിൽ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട് ഒറ്റപ്പെടുത്തപ്പെട്ടവനായ മനുഷ്യന്റെ അടുത്തേക്ക് യേശു കടന്നു എന്ന് അവനെ സുഖപ്പെടുത്തിയതുപോലെ ഇന്ന് ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും ഓരോ മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വളരെയേറെ വിശ്വാസത്തോടെ, വളരെയേറെ ബോധ്യത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളൊന്ന് അടച്ച്, കർത്താവേ, ഈ രാത്രിയിൽ അവിടുന്ന്
എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ബെത്സയിദയിലെ കുളക്കരയിൽ ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ടവനായി ഉപേക്ഷിക്കപ്പെട്ടവനായി കിടന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് യേശു, രക്ഷകനായ യേശു കടന്നു എന്ന് അവനെ സുഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിനക്ക് വേണ്ടി നിലകൊള്ളാൻ, നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും, നിന്നെ മനസ്സിലാക്കാനോ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിന്നെക്കുറിച്ച് ശ്രദ്ധയുണ്ട്. ആ ദൈവത്തിന് നിന്നെക്കുറിച്ച് കരുതലുണ്ട്. ആ ദൈവം ഇന്ന് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കണ്ണുനീർ തുടയ്ക്കും. നിന്റെ രോഗങ്ങൾ എടുത്തു മാറ്റും. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അവൻ എടുത്തു മാറ്റുമെന്ന വിശ്വാസത്തോടെ കരമൊന്നുയർത്താം. തമ്പുരാന്റെ പക്കലേക്ക് കരമുയർത്തിക്കൊണ്ട്, ഇതാ ഞാൻ കർത്താവേ, ഇതാ ഞാൻ അങ്ങയുടെ മുമ്പിൽ എന്റെ ബലഹീന ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഈ രാത്രി എനിക്കൊരു അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി മാറ്റണമേ. ഈ രാത്രി കണ്ണുനീർ തുടയ്ക്കുന്ന രാത്രിയാക്കി മാറ്റണമേ. എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. ശാന്തമായി നമുക്ക് ഇരുന്നുകൊണ്ട് തുടർന്നുള്ള സമയം നമ്മളൊരു ഗാനം ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുകയും, ഇവിടെ ഒരു ദൈവം വീണ്ടും നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങൾ പ്രവർത്തിക്കും. ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം ഈ രാത്രിയിൽ എനിക്കായി, നമ്മൾ ഓരോരുത്തർക്കുമായി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി, നമ്മുടെ കുടുംബങ്ങൾക്കായി പ്രവർത്തിക്കും. വിശ്വാസത്തിൽ അത് ഏറ്റു പറയുമ്പോൾ, വിശ്വാസത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും, കർത്താവ് ഈ രാത്രിയിൽ എൻ്റെ കണ്ണുനീർ തുടയ്ക്കും, കർത്താവ് ഈ രാത്രി എൻ്റെ രോഗമെടുത്ത് മാറ്റും എന്ന് വിശ്വാസപൂർവ്വം ബോധ്യത്തോടെ നമ്മൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 28-ാം തിരുവചനം, അവിടെ ഇപ്രകാരം കർത്താവ് പറയുക, ഇങ്ങനെയാ നമ്മൾ വായിക്കുക. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? സ്വർഗത്തിലുള്ള പിതാവ്, സ്വർഗത്തിലുള്ള സർവശക്തനായ ദൈവം ചോദിക്കുന്ന ചോദ്യം ഏതാ? ഞാൻ ഈ മനുഷ്യരുടെ എല്ലാം, നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാം, ഈ ലോകത്തിൽ ജനിച്ചു വീണ് കടന്നുപോയ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലുള്ള ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അവന്റെ ഡിക്ഷണറിയില്, സ്വർഗത്തിലുള്ള പിതാവിന്റെ ഡിക്ഷണറിയിൽ അസാധ്യം എന്നൊരു വാക്കില്ല, ഇംപോസിബിൾ എന്നൊരു വാക്കില്ല. അവനെല്ലാം സാധ്യമാ, അവനെല്ലാം പോസിബിൾ ആണ്. അവന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ അസാധ്യമായിട്ടുള്ള ഉണ്ടാവാം, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്നാൽ സ്വർഗത്തിലുള്ള ദൈവം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു സത്യമുണ്ട്: അവനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായി ജെറമിയായോട് ചോദിച്ചത്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, ഈ ലോകത്തെ മുഴുവൻ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? സ്വർഗത്തിലുള്ള ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിന്റെ ജീവിതത്തിലെ കണ്ണുനീര്, നിന്റെ ജീവിതത്തിലെ പ്രശ്നം, നിന്റെ ജീവിതത്തിലെ തകർച്ച, അത് നീക്കിക്കളയാൻ സ്വർഗത്തിലുള്ള ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈരടികള് ചേർന്ന് വിശ്വാസത്തിൽ പാടാനായിട്ടൊന്ന് പരിശ്രമിക്കാം. നമ്മളൊന്ന് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ്. എന്റെ ദൈവം, സ്വർഗത്തിലുള്ള ദൈവം, അവൻ സകല മനുഷ്യരുടെയും ദൈവമാ. അവൻ അസാധ്യമായി ഒന്നുമില്ല എന്ന ആ വിശ്വാസം പ്രിയപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്തൊന്ന് പിടിക്കാം. ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ അടച്ച് കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൽ പ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഹൃദയത്തിൽ തമ്പുരാനോടൊന്ന് പറയാം.
ഒന്ന് തമ്പുരാനോട് പറയുക, ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന്. നീ കണ്ണുകളൊന്ന് തുറക്കാം. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചൊന്ന് പറയുക, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇനി മറുവശത്തോടും തിരിഞ്ഞ് അടുത്ത ആളുടെ കരം പിടിച്ചൊന്ന് പറഞ്ഞേ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് ഈ ഗാനത്തോട് ചേർന്ന് ഈശോ ആരാധിക്കാം. ദൈവം പ്രവർത്തിക്കും അത്ഭുതങ്ങൾ നമുക്കായി. കരങ്ങളടിച്ച് വലിയ വിശ്വാസത്തോടെ ബോധ്യത്തോടെ നമ്മൾ പാടുന്നു. ഈ ഗാനം നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ആ വചനം, ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിഷേകമായി രാത്രി ഇറങ്ങണം. ആ വചനം, ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി ഇറങ്ങി അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് നമുക്ക് ഗാനം പാടി ഈശോയെ ആരാധിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും വിശ്വസിക്കുന്നു എനിക്കായി വഴികളെ. കരങ്ങളടിച്ച് നമ്മൾ ചേർന്ന് ഈ ഗാനത്തോട് ചേർന്ന് ഈശോ ആരാധിക്കുന്നു. എല്ലാവരും താളത്തിൽ നിന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ശക്തമായി നമ്മുടെ ശക്തിയോടെ ശക്തിയോടെ കരങ്ങൾ ഉയർത്തിയടിക്കാമോ? ദൈവം എനിക്കായി ഈ രാത്രിയിൽ പ്രവർത്തിക്കുമെന്ന്, ദൈവം എനിക്കായി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വാസത്തോടെ ബോധത്തോടെ കരമടിച്ചുകൊണ്ട് ശക്തിയോടെ ഗാനത്തോട് ചേർന്ന് പാടാം. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവനാണ് അവിടുന്ന്. സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തവൻ, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തവൻ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി അവന്റെ കൂടെ സഞ്ചരിച്ചൊരു ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, അവൻ വലിയവനാണ്. സ്വർഗത്തിലുള്ള ദൈവം വലിയവനാണ്, പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ നാമത്തെ വലിയ സ്നേഹത്തോടെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഈരടികളോട് ചേർന്ന് ആരാധിക്കാം. മരുവിൽ തൻ മക്കളെ മന്ന നൽകി നടത്തിയ മരുഭൂമിയിൽ എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിടുമേ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. എന്റെ ദൈവം
എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ രാത്രിയിൽ നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവം ഈ ജാഗ്രത പ്രാർത്ഥനയുടെ ദിവസം നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ സാധ്യമാക്കും. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അവൻ മാറ്റിക്കളയും. നമ്മുടെ ജീവിതത്തിലെ കണ്ണുനീരിന്റെ കാരണം അവൻ എടുത്തു മാറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ വാക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു, അവൻ താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. ഈ രാത്രിയിൽ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒട്ടും താമസിക്കാതെ ഈ രാത്രിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായി സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഈ രാത്രിയിൽ ഈ ദിവസങ്ങളിൽ തന്നെ അവിടുന്ന് എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം കരങ്ങളടിച്ച് ഈശോയെ ആരാധിക്കാം. ശത്രുവിൻ പാളയങ്ങൾ ചുറ്റും നിറഞ്ഞിടുമ്പോൾ, ശത്രുപാളയങ്ങൾ അവിടം തന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും. അതേ നമുക്ക് വിടുവിക്കുവാൻ അവിടം തന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും. കരങ്ങൾ ഉയർത്തി ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവം പ്രവർത്തിക്കായി. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വസിച്ചുകൊണ്ട് താമസിക്കാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. താമസം വയ്ക്കാതെ ദൈവം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഈ രാത്രിയിൽ നമുക്കായി ചെയ്യട്ടെ. ഈ ജാഗ്രത പ്രാർത്ഥനയുടെ ഈ ദിവസം, ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ ദൈവം എനിക്കായി, നമുക്കായി, നമ്മുടെ കുടുംബങ്ങൾക്കായി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ഒരു അത്ഭുതം ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന. കണ്ണുകളടച്ച് ഇരു കരങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് തമ്പുരാന്റെ മുമ്പിൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം രാത്രി. സ്വർഗം താണിറങ്ങി വരുന്ന അത്ഭുതകരമായ സമയം. പ്രിയരെ, നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ മുമ്പിൽ കൊടുക്കാം. 1 പത്രോസിന്റെ 5-ാം അധ്യായം 6-ാം തിരുവചനം പ്രകാരം കർത്താവ് നമ്മളോട് പറയുകയും വചനം നമ്മളെ ഓർപ്പിക്കുകയും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ വരുമാന വഴികളെ സംബന്ധിച്ച്, നമ്മുടെ രോഗ അവസ്ഥകളെ സംബന്ധിച്ച്, സകല കാര്യങ്ങളെയും കുറിച്ച് ശ്രദ്ധയുള്ള ഒരു ദൈവത്തിന്റെ മുൻപിലാണ് ഈ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. ആ ദൈവം നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധയുണ്ട്. അതുകൊണ്ടാണല്ലോ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്, നിന്റെ ഓരോ മുടി നാരി എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന്, നിന്റെ കണ്ണീര് കുപ്പയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് ദൈവം ഓർപ്പിക്കുന്നത്. ദൈവത്തിന് അത്രമാത്രം നമ്മെ കുറിച്ച് ശ്രദ്ധയുണ്ട് എന്ന കാര്യം വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏറെ വിശ്വാസത്തോടെ തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച്, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപാടുന്നു, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഈ രാത്രിയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്, അങ്ങ് പ്രവർത്തിക്കുമെന്ന്, എനിക്കായി ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈയിടെ ഒരിക്കൽ കൂടെ നമ്മൾ ഏറ്റുപാടിക്കൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ ഏറ്റു പറയാം. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ. ചേർന്ന് പാടാം. ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. വിശ്വാസത്തോടെ ഏറ്റുപാടാം. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ. ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു ദൈവം. സ്വർഗത്തിന്റെ വാതിൽ ഈ രാത്രിയിൽ നമുക്കായി തുറക്കുകയാണ്. സ്വർഗത്തിന്റെ നിരവധിയായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, കൃപകൾ, അനുഗ്രഹങ്ങൾ അളവില്ലാത്ത വിധം ഈ രാത്രിയിൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ മേൽ ചൊരിയും. ആ ദൈവം വഴിയൊരുക്കുകയാണ്. ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളിപ്പോൾ തന്നെ വിശ്വാസം നന്ദി പറയുന്നു. എനിക്കായി അവിടുന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ വൻ കാര്യങ്ങളെ ഓർത്ത് ഈശോയെ നന്ദി എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തമായി നമ്മുടെ ഇരിപ്പിടങ്ങളിൽ നമുക്കിരിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി തുടർന്നുള്ള സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനം പാടുന്നു. നമ്മൾ ഒരുമിച്ച് ഗാനത്തോട് ചേർന്ന് പാടി ജപമാലയ്ക്കായി ഒരുങ്ങുന്നു.
തകർച്ചകളിൽ മാധ്യസ്ഥമേകണേ തായേ നീ. അനുപമ സ്നേഹം ചൊരിയും നാഥേ അമല മനോഹരിയാമമ്മേ. അനുപമ സ്നേഹം ചൊരിയും നാഥേ അമല മനോഹരിയാമമ്മേ. ആർദ്രതയോടെ കരങ്ങൾ നീട്ടും അലിവിൻ നിറകുളമേ. അമ്മേ അമരേ സ്നേഹത്തിൻ മാതൃകയേ. അമ്മേ വിമലേ കാരുണ്യസാഗരമേ. അമ്മേ വിമലേ കാരുണ്യസാഗരമേ. ജപമാല കരങ്ങളിലെടുത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഈ ജപമാല പ്രാർത്ഥന ആരംഭിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപുകളുമായ ഞങ്ങൾ നിസ്സീബ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായി ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രിയ മണവാട്ടിയായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തോട് ചേർത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ സ്വർഗീയ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി അമ്മേ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അണിയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടുകളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ചമ്മട്ടി അടിയേറ്റ് വാങ്ങിയ ഈശോയുടെ തിരുശരീരത്തോട് രോഗികളായ എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാവർക്കും സൗഖ്യം ലഭിക്കുന്നതിനായി അമ്മയുടെ മധ്യസ്ഥം ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യത്തോട് ചേർത്തുകൊണ്ട് ദുശീലങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. തിന്മയുടെ പിടിയിൽ നിന്നും എല്ലാ മക്കൾക്കും മോചനം ലഭിക്കുന്നതിനായി അമ്മയെ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ.
പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യത്തോട് ചേർത്ത് നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാഷ്ട്രങ്ങൾ സമാധാനത്തിൽ ഒന്നിക്കുന്നതിനായി പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം തീയതി രഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദൈവമാതാവിന് മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉഴിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ തിരുസഭയെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ, ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, സ്ലിഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാകുകളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കേണമേ. സ്വർഗ്ഗപിതാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാ ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദൈവകുമാരനുമാതാവേ, രക്ഷകനൂഴിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിധരാം നിർമ്മല മാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുര
ജ്ഞാനത്തിൻ നിറകുടമേ കാരുണ്യത്തിൻ നിലയണമേ നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ വിജ്ഞാനത്തിൻ വേദികയെ മാനവനുത്സവദായികയെ ദൈവികമാം പനിനീർ സുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലദന്ത ഗോപുരമേ പൊന്നിൻ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ വാഗ്ദാനത്തിൻ പേടകമേ സ്വർലോകത്തിൻ ദ്വാരകമേ പുലകാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ രോഗമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവനിലാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ കീഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ ക്രിസ്തുജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ വാനവനിരയുടെ രാജ്ഞി പാവാന്മാരുടെ രാജ്ഞി ശ്രീഹന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ കന്യകമാരുടെ രാജ്ഞി വന്ദകനിരയുടെ രാജ്ഞി രക്താംഗിതരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ സിദ്ധന്മാരുടെ രാജ്ഞി ഭാരതസഭയുടെ രാജ്ഞി അമലോത്ഭവയ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരോപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ പാപം പൊറുക്കണമേ നാഥാ പാപം പൊറുക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ പ്രാർത്ഥന കേൾക്കണമേ നാഥാ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ